ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് ഞാൻ ഇവിടെ 3 കാർഡ് സെലക്ട് ചെയ്ത് വയ്ക്കും. അതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു കാർഡ് നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് സെലക്ട് ചെയ്യുക. കാർഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ എനർജി നിങ്ങളിൽ കൊണ്ടുവന്ന ശേഷം കാർഡ് ചൂസ് ചെയ്യുക എന്നൊരു സജഷൻ പറയാനുണ്ട്. ആ ഒരു സജഷൻ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, ശരി, ഞാൻ കാർഡുകൾ വയ്ക്കാം. നമുക്ക് നോക്കാം. ഇത് ഓക്കെ, ഓക്കെ, ഞാനിവിടെ 3 കാർഡുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ ഓർത്ത് ഒരു പയൽ സെലക്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണ്, നിങ്ങളുടെ റിലേഷൻ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ കാർഡ് നമ്പർ 1 ആണ്, ഫയൽ നമ്പർ 1 ആണ് ചൂസ് ചെയ്തതെങ്കിൽ നിലവിൽ ഈ ബന്ധത്തിൽ നിങ്ങൾ മനസ്സിൽ ഏത് വ്യക്തിയാണോ ആലോചിച്ചത് ആ വ്യക്തി ഇപ്പം ഈ ബന്ധം അത്ര ഒരു സുഖകരമല്ല. ഒരു അകൽച്ച, പിണക്കം, ഒരു ലെസ് കോണ്ടാക്ട്, നിങ്ങൾ തമ്മിൽ ഒരു പിണക്കം വന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ എനർജി ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടുപേരും, സ്ത്രീയും പുരുഷനും, ഒരേപോലെ വാശി പിടിച്ച് ഒരു മിണ്ടാതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ച് നിൽക്കുന്ന 2 ആളുകൾ, ആ വ്യക്തി താഴട്ടെ ഈ വ്യക്തി താഴട്ടെ, ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു 2 പേഴ്സൺസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും എന്ത് തന്നെയായാലും മസിൽ പിടിച്ച് പിണങ്ങി കുറച്ച് ലെസ് കോണ്ടാക്ട്, അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. 2 പേർക്കും ഉള്ളിൽ സ്നേഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഈ കാർഡിൽ നിന്ന് എനിക്ക് കിട്ടുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ നോക്കാം. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് നമുക്ക് കാർഡുകൾ പറയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഈ വ്യക്തിയുമായി പിണക്കം, റിലേഷൻ ഇഷ്യൂസ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ ബന്ധത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മുന്നോട്ട് എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. വാവ്, വാവ്. എന്തായാലും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളോ എന്തായാലും ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. അല്ലെങ്കിൽ ആ ഒരു പിണക്കമൊക്കെ മാറി നിങ്ങൾ തമ്മിൽ സെറ്റാകുമെന്നാണ് ഈ കാർഡ് ചൂസ് ചെയ്തവരുടെ മറ്റ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തി അത് മുന്നോട്ട് വരണം എന്നുണ്ട്. പക്ഷേ
ചിലർക്ക് ഇവിടെ തേർഡ് പാർട്ടീസ് ഉണ്ട്. അവരെന്തിനേക്കോ ആരൊക്കെയോ അവരെ വേണ്ട, നീ ചെയ്യണ്ട, ആ തേർഡ് പാർട്ടീസ് മേ ബി ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ ആരെങ്കിലുമൊക്കെ അവരെ കൺട്രോൾ ചെയ്തിട്ട് അവരെ നിങ്ങളോട് ഒന്ന് അടുക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അതിനെ ആരോ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അവരെ മുന്നോട്ട് നിങ്ങളോട് അടുക്കാൻ സമ്മതിക്കാത്ത ഒരു എനർജിയും ഇവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും ആ വ്യക്തി നിങ്ങളിലേക്ക് മുന്നോട്ട് മടങ്ങി വരും, നിങ്ങളിലേക്ക് തിരികെ വരും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് ചലഞ്ചസ് ഉണ്ട്, നല്ല നല്ല വെല്ലുവിളികൾ, തേർഡ് പാർട്ടീസ് എനർജി ഉണ്ട് ഇവിടെ. ആരൊക്കെയോ മേ ബി നിങ്ങൾക്കറിയായിരിക്കും, മേ ബി നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ആരൊക്കെയോ നിങ്ങളുടെ ഈ ഒരു റിലേഷനെ എതിർക്കുന്നവരുണ്ടാകാം, സപ്പോർട്ട് ചെയ്യാത്ത ആളുകളുണ്ടാകാം. മേ ബി ഫ്രണ്ട്സ്, ഫാമിലീസ് ആരെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടാകാം. ബട്ട് എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇൻ ഫ്യൂച്ചർ ആ വ്യക്തിയിൽ നിന്ന് അനുകൂലമായ ഒരു നടപടി തീർച്ചയായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അനുകൂലമായൊരു അപ്രോച്ച്, കോൾ, മെസ്സേജ്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, മേ ബി നിങ്ങൾ തമ്മിലൊന്ന് തുറന്ന് സംസാരിക്കുന്ന ഒരു അവസരം അവർ സ്വയം കണ്ടെത്തി നിങ്ങളിലേക്ക് ആ ഒരു എനർജിയുമായി തിരിച്ച് വരാം. അങ്ങനെയാണ് ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ തീർച്ചയായും ഇൻ ഫ്യൂച്ചർ, വരുന്ന ഭാവിയിൽ നമുക്ക് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം. ചലഞ്ചസ് ഉണ്ട്, കുറച്ചൊരു ചലഞ്ചസ് ആണ് അവർക്ക്. കാരണം ആരൊക്കെയോ അവരെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരുന്നതിനെ ഒരു കൺട്രോൾ വെച്ചൊന്ന് തടയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ പേടിക്കണ്ട, ഇൻ ഫ്യൂച്ചർ അതിലൊരു മാറ്റങ്ങൾ തീർച്ചയായും വരും. അപ്പോൾ സ്റ്റേ പോസിറ്റീവ്, ഹാപ്പി. ഓക്കെ, കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നോക്കാം. തീർച്ചയായും ഇതൊരു പ്രണയബന്ധം. മേ ബി നിങ്ങൾ വിവാഹിതരായി ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം. മേ ബി ഇൻ ഫ്യൂച്ചർ വിവാഹത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുള്ളൊരു ബന്ധമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു അകൽച്ച വന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രണയ പങ്കാളിയിൽ നിന്ന്. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ മേ ബി ഇപ്പോൾ അവരൊരു അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ടാകാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളോട് സഹകരിക്കുന്നുണ്ടാവുക. എന്തോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി ആ ഒരു പെരുമാറ്റം നിങ്ങൾക്ക് വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ആ വ്യക്തി ഇപ്പോൾ അല്പം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ്. ഒരു ലെസ് കോണ്ടാക്റ്റ് തന്നെയാണ് നമുക്ക് ഈ കാർഡിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം മുന്നോട്ട് എന്താണ് ഈ വ്യക്തിയുടെ എനർജി നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ്. ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം മുന്നോട്ട് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ കഴിയുക. Sorry, 8 of Wands reverse. Wow. Four of Pentacles. ഈ വ്യക്തി നല്ലവണ്ണം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. അവർക്ക് എന്തൊക്കെയോ തേർഡ് പാർട്ടീസ് എനർജീസ് ഉണ്ട് ഇവിടെ. അവർക്കൊന്ന് മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിലും മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. നോക്കൂ, നമുക്ക് ഇവിടെ 8 of Wands റിവേഴ്സാണ്. 10 of Wands നമുക്ക് നോ സ്പ്രെഡാണ് വന്നിരിക്കുന്നതെല്ലാം. എന്ത് തന്നെയായാലും ഈ ബന്ധത്തിൽ നിങ്ങൾ നൽകുന്ന എഫർട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാത്ത ഒരു അവസ്ഥ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. തീരെ സുഖകരമല്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നല്ലവണ്ണം മനസ്സിരുത്തി ആലോചിക്കുക. കാരണം ഈ കാർഡുകൾ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഇപ്പോൾ ഈ റിലേഷൻ അത്ര ഒരു സുഖകരമല്ല. നമുക്ക് ഒരു നിയറസ്റ്റ് വരെ നമുക്ക് അത്ര ഒരു സുഖകരമല്ല ഈ റിലേഷൻ എന്ന് തന്നെയാണ് കാണാൻ ഇപ്പോൾ സാധിക്കുന്നത്. ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കങ്ങനെ ഒക്കെ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാം. ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അങ്ങനെയല്ല, ഇത് റൈറ്റ് അല്ല എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായി വിലയിരുത്തുക. ആളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നിനെയും ആരെയും അന്ധമായി വിശ്വസിക്കാതിരിക്കുക. എല്ലാം നന്നായി നമ്മൾ ഏത് റിലേഷൻസ് ആയാലും നമ്മൾ നല്ല ഒരു ക്ലാരിറ്റിയോടെ ആ വ്യക്തിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ അല്പമെങ്കിലും ശ്രമിക്കുക. ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുമ്പ് അല്പം നമ്മളൊന്ന് വെരിഫൈ ചെയ്യുക, ഇത് ശരിയാണോ. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഓക്കെ ആണ് പറയുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പോകാം. ബട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്, നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓക്കെ ആണോ. നിങ്ങൾ ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കൊരാളുടെ ആക്ഷൻസ് പറയല്ലോ, ഇതിൻ്റെ ഒരു വഴി എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു വേ എന്താണെന്ന്. എന്തായാലും നമുക്ക് കിട്ടിയ കാർഡുകൾ അനുസരിച്ച് അത്ര നല്ലതല്ല ഇപ്പോൾ ഈ വ്യക്തിയുമായുള്ള ഫീലിങ്സ് എന്ന് തന്നെയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള ഫീലിങ്സ് ഇപ്പോൾ അത്ര സുഖകരമല്ലാത്ത അവസ്ഥ തന്നെയാണ്. കാരണം നിങ്ങളിടുന്ന എഫേർട്ടൊന്നും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഈ കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയം അതിനാൽ നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പോലും കിട്ടാതെ വരുമ്പോൾ നമുക്ക് ആ സ്നേഹം തന്നെ പിന്നെ ഒരു ഭാരമായി മാറുന്ന അവസ്ഥ. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പകുതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ. നമ്മളതിന് ഡിസർവ് അല്ലേ. ആലോചിക്കുക. നിങ്ങൾ സ്വയം ചോദിക്കുക, ഞാൻ ഇത്ര എഫേർട്ട് എടുക്കുന്നു, അപ്പോൾ എനിക്ക് പകുതിയെങ്കിലും ആ എഫേർട്ട് കിട്ടാനുള്ള ഡിസർവ് എനിക്ക് ഇല്ലേ. നോക്കുക, ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക, തീരുമാനങ്ങൾ എടുക്കുക. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ഗട്ട് ഫീലിംഗ്. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്ക് വ്യക്തിയുടെ എനർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പൈലിലേക്ക് പോകാം. ഓക്കെ, തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ ഇത് ഫാമിലി റിലേറ്റഡ് കാർഡാണ്. എന്ത് തന്നെയായാലും ഫാമിലിയിലായാലും റിലേഷനിലായാലും ഒരു നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്ട്, കംപ്ലീറ്റ് സെപ്പറേഷൻ, ഈ 2-3 എനർജികൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു ഭയങ്കര വാക്കുതർക്കം, കലഹം, ആശയങ്ങൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത അവസ്ഥ, രണ്ടുപേരും രണ്ടായി തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. കുട്ടികളും ചിലർക്ക് ഉള്ളതായും കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു സുഖകരമല്ല ഈ കാർഡ് ചൂസ് ചെയ്തവരുടെ സിറ്റുവേഷൻ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ നമുക്ക് നോക്കാം എന്താണ് പ്രതീക്ഷിക്കാൻ സാധിക്കുകയെന്ന് നോക്കാം. ഓക്കെ, ഇൻ ഫ്യൂച്ചർ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇൻ ഫ്യൂച്ചറിലെ കാര്യം നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ഇൻ ഫ്യൂച്ചർ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കുമോ എന്താണ് എന്ന് നോക്കാം. സോറി, വാവ്, വെരി ഗുഡ്. തീർച്ചയായും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.
ഈ കാർഡ് തിരഞ്ഞെടുത്തവർക്ക് ഇപ്പോൾ ഒരു സെപ്പറേഷൻ, കോണ്ടാക്ട്, കലഹം, വഴക്ക് ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾ ഒന്നിച്ച് സന്തോഷമായി വീണ്ടും ഒരു വെളിച്ചമുള്ള ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് മുന്നോട്ടുള്ള കാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ വാശി പിടിച്ച് പിണങ്ങിയിരിക്കുന്ന ആളുകളാണ്, പ്രണയിതാക്കളാണ് എങ്കിൽ ആ വാശികളൊക്കെ ഒരു കോംപ്രമൈസിങ് സിറ്റുവേഷൻ തീർച്ചയായും വരും. രണ്ടുപേരും ഒരേപോലെ വാശി പിടിച്ചാൽ എങ്ങും എത്തില്ല. ബട്ട് ആരെങ്കിലുമൊക്കെ രണ്ടുപേരും ഒരേപോലെ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി വരുമെന്നാണ് കാർഡുകൾ കാണിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു മൂമെൻറ്റ് ഈ കാർഡ് ചൂസ് ചെയ്തവർക്ക് പ്രതീക്ഷിക്കാം. വളരെ നല്ല കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞോട്ട് വഴക്കിട്ടേണ്ടതായി ബന്ധപ്പെട്ട വാക്കുതർക്കങ്ങൾ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് അവരിങ്ങനെ അലട്ടുന്നുണ്ട്. ആ വാക്ക് നിങ്ങൾ പറഞ്ഞത് അവർ പറഞ്ഞത് നിങ്ങളും, നിങ്ങൾ പറഞ്ഞത് അവരും, പരസ്പരം രണ്ട് കൂട്ടരും എന്തൊക്കെയാണോ പറഞ്ഞ് വേദനിപ്പിച്ചത് അത് രണ്ടുപേരും ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആ ഒരു ഫൈറ്റിംഗ്, മനസ്സിനുള്ളിലൊരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വാശി, ഈഗോ ഒക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ആർക്കും താഴാൻ വയ്യാത്ത അവസ്ഥ. ബട്ട് രണ്ടുപേരും ഇൻ ഫ്യൂച്ചർ അതൊക്കെ രണ്ടുപേരും വാശികൾ മാറ്റി മുന്നേക്ക് വരും എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെ ഒരു കലഹ സിറ്റുവേഷനൊക്കെ ഉള്ളവരാണ് എങ്കിൽ തീർച്ചയായും അതിനൊരു മാറ്റം തീർച്ചയായും വരുന്നതായിരിക്കും. പിടിവാശികൾ രണ്ടുപേരും കുറച്ച് കോംപ്രമൈസിങ് മോഡിലേക്ക് രണ്ടുപേരും എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആകട്ടെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു.